സോ ഹായ് ഗേസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം ഗേസ്, അപ്പോൾ നമ്മൾ വീണ്ടും 3 ആഴ്ച ലേറ്റ് ആയിരിക്കുവാണ്. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി ഞാൻ പറഞ്ഞ വലിയ ഇൻട്രോ ഒന്നും ഇട്ടണമെന്നില്ല. ഞാൻ എന്തായാലും കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ട് മാക്സിമം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാം ഗേസ്. അപ്പോൾ എക്സാമൊക്കെ അല്ലേ വരാൻ പോണേ, മോഡൽ, മെയിൻ എക്സാം അങ്ങനെയൊക്കെ വരാനിരിക്കുവാണ്. സോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പഠിത്തവും മറ്റേതൊക്കെ ആയിരിക്കും പരിപാടി. സോ വീഡിയോ ഇടാൻ പറ്റത്തില്ല. വെക്കേഷൻ ഞാൻ മാക്സിമം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാട്ടോ. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേര്, ഈ വീഡിയോയിൽ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേര് മൈൻക്രാഫ്റ്റ് എന്നാണ്. ഇത് ടൈറ്റിലും തമ്മിൽ ഞാൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഗെയിമിനെ പറ്റി അധികം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി ഈ ഗെയിമിൽ സർവൈവൽ കളിച്ച് കംപ്ലീറ്റ് ചെയ്തവരായിരിക്കും, കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ മൈൻക്രാഫ്റ്റിൻ്റെ സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പറയും, എടാ നീ എന്താണ് ഇങ്ങനെ, നീ മുമ്പ് സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്തതല്ലേ, അത് നിനക്ക് തീർത്തൂടെ എന്ന് നിങ്ങൾ പറയും. ആ മൈൻക്രാഫ്റ്റ് എൻ്റെ കയ്യിൽ പോയി കേസ്. ഞാൻ ഗൂഗിളിൽ നിന്നാണ് മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ആക്കിയത്. അപ്പോൾ അത് 1.20 ആയിരുന്നു. ഞാനിപ്പോൾ കളിക്കണത് കയറ്റിയേക്കണത് 1.21 ആട്ടോ. സോ അപ്പോൾ ഇതിൽ ഒന്നും കൂടി സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഷെയറും കൂടി ചെയ്യുക. നമുക്കിതിൻ്റെ സോളോ സർവൈവൽ സീരീസ് എൻഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മൾട്ടിപ്ലെയർ കളിക്കണം സർവൈവൽ സീരീസ്. അതും എൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഹാർഡ് കോറൊക്കെ കളിക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ഞാനാണെങ്കിൽ ഒരു പുതിയൊരു വേൾഡും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ നമ്മൾ സ്പോൺ അയക്കണത് വലിയൊരു തലക്കേടില്ലാത്ത സ്ഥലമാണെന്ന് തോന്നണ്. നമുക്കുണ്ടല്ലോ എന്തായാലും കുറച്ച് വുഡങ്ങ് കളക്ട് ചെയ്തിട്ട് ഓക്ക് പ്ലാന്റ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളും പിന്നെ ഒരു 2 വുഡൻ്റെ ടൂൾസും ഉണ്ടാക്കണം ഗെയ്സ്. എന്നിട്ട് നമുക്ക് 3 ആടിനെ കൊന്നിട്ട് ബെഡും ഉണ്ടാക്കണം. അതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്ത് തീർക്കണ്ടേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് 6 പോരെ, ഒരു 10 ആക്കാം. എന്താണെന്ന് അറിയില്ലടാ, ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് ഫുള്ള് ശോകമാണ് ഇന്ന്. എനിക്കാണെങ്കിൽ ഈ വർഷം ആകെ ഒരു വീഡിയോ ഇടാൻ പറ്റിയിട്ടുള്ളൂ. ഇതാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, 2025 2026 ഇപ്പം തന്നെ 1 മാസമായി ഗെയ്സ്. എന്ത് കഷ്ടമാണെന്ന് നോക്കിയത്. ഫെബ്രുവരി ആയി. ഫെബ്രുവരി എന്താണെന്ന്, ഫെബ്രുവരി 3 എൻ്റെ അമ്മോ, ഇനിയിപ്പോൾ കണ്ണടച്ച് ഉറക്കുമ്പോഴേക്കും ഈ വർഷം തീരും ഗെയ്സ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വർഷം തീർന്നതിന് മുമ്പെങ്കിലും മാക്സിമം 2K അടിക്കണമെന്നുണ്ട്. അതെൻ്റെ ഒരു ഡ്രീമായിട്ട് നിങ്ങൾ കൂട്ടിക്കോ. ഡ്രീമാണ്. എത്ര വർഷമെന്നറിയോ ഗെയ്സ്, ഞാനിപ്പോൾ 1K തന്നെ നിൽക്കണം. എനിക്കും ആഗ്രഹം ഉണ്ടാവില്ല ഗെയ്സ് 2K അടിക്കാൻ. ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗെയ്സ്. നമുക്കൊരു കാര്യം ചെയ്യാം, നൈസിൽ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് കുറച്ച് സ്റ്റിക്ക് അങ്ങ് ഉണ്ടാക്കിയിട്ട് ഇതേടെ സ്പിയർ വന്നാ. ഇത് പുതിയ അപ്ഡേറ്റ് ആണെന്ന് തോന്നുന്നില്ലേ. സ്പിയർ നമുക്ക് എടുക്കാം പ്ലീസ്. അപ്പം ഞാൻ എന്തായാലും ഒരു ഫണ്ണിന് സ്പിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ 3 ആടിനെ കൊല്ലണം. ഇതെങ്ങനെയാണ് കൊല്ലണം നോക്കട്ടെ കേട്ടോ, വെയിറ്റ്. കിട്ടി. എറിയാൻ പറ്റുമോളാ? എറിയാൻ പറ്റും, കൊള്ളാം. പക്ഷെ എറിയാൻ പറ്റൂല, അടിക്കാൻ പറ്റും ഇങ്ങനെ ഗീസ്. അപ്പം ഞാൻ പോയിട്ട് 3 ആടിനെ തപ്പട്ടെ. നമുക്ക് എന്തായാലും ഗീസ് അപ്പുറത്തെ കരയിലൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ വഴിയൊന്നും ഇല്ലാടാ. കിട്ടി ഒരാട്. അങ്ങനെ ഈ ഒരാടിനെ കിട്ടി. ചവട. ഒരെണ്ണം കൂടി വേണം. ഒന്നുമില്ല, ഇനിയിപ്പോൾ ഒരു 2 കൂടി വേണം ഗീസ്. ഫസ്റ്റ് ടൈം തന്നെ ഒരാടിനെ കിട്ടിയോണ്ട് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ആ ലാവയുള്ള സ്ഥലത്തേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. അതങ്ങനെയാണല്ലോ, ആവശ്യമുള്ള സമയത്ത് ഒരു കുന്തവും കിട്ടിയാലോ. അത് റിയൽ ലൈഫിലും അങ്ങനെയാണ്, ഗെയിമിലും അങ്ങനെയാണ്. എന്ത് പറയാനാണ്. അയ്യോ, നിങ്ങൾക്ക് അങ്ങനെയാണ് ഗെയ്സ്, എനിക്കങ്ങനെ കേട്ടോ. ഒരാടും കൂടി കിട്ടി. കിട്ടി 2ആയി. ഒറ്റൊരെണ്ണം മതിയടാ പ്ലീസടാ. അയണടാ, വെയിറ്റാക്ക്. സ്റ്റോൺ കളിച്ചത് കുറച്ച് വന്ന സ്ഥിതിക്ക് അയൺ എടുക്കാണ്ട് എങ്ങനെയാണ് ഈ പോണത്. ഇത്ര മതി ഒരു പിക്കാക്സ് ഉണ്ടാക്കാനല്ലേ, ഇതൊക്കെ മതി വെച്ച്. കളക്ട് ചെയ്തോ. അങ്ങനെ ഈ ഫസ്റ്റ് അയണായിട്ടാ. ഫസ്റ്റ് ദിവസം തന്നെ അയണ് കിട്ടിയടാ. അയ്യോ, ഇനിയിപ്പോൾ ചത്തിന് അയണൊക്കെ പോകും ഗെയ്സ്, അതൊരു സീനാണ്. ഇങ്ങനെയൊക്കെ മലേൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ അയണ് കിട്ടൂലേ, അത് കൊള്ളാം. അതിലേക്കിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നത് എന്തുകൊണ്ടും നല്ലത് അല്ലേ. കോളൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഗെയ്സ്. അപ്പോൾ ഞാൻ എടുക്കാത്തതാണ് മനഃപൂർവ്വം. കാരണം ഷീപ്പിനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഷീപ്പിനെ കിട്ടാണ്ട് കോള് കിട്ടിയിട്ടൊരു കാര്യമില്ല ഗെയ്സ്. നിങ്ങളിത് കണ്ട ഗെയ്സ്, ബെഡ് കിട്ടി. അങ്ങനെ ഈ ഞാനാണെങ്കിൽ ഉണ്ടല്ലോ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആക്കിയായിരുന്നു കേട്ടോ. ഞാനിവിടെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെച്ച് ബെഡ് ഉണ്ടാക്കി. പിന്നെ എന്താണ്, നമ്മുടെ ഫസ്റ്റ് ഡേയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വന്ന വഴിക്ക് കുറച്ച് കോള് കണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോണത്. നമ്മൾ കണ്ട കോള് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ ഗീസ്, അതുകൊണ്ടാണ് കേട്ടോ.
നമ്മൾ ആ ഒരു ഭാഗത്തെങ്ങാണ്ടായിട്ടാണ് ആ ഒരു ബയോമ് പോലത്തെ അതെ അവിടെ തന്നെ ആ ഒരു നമുക്ക് അയേൺ കിട്ടിയ ഭാഗമില്ലേ, അവിടെ കുറച്ച് കോള് ഞാൻ കണ്ടായിരുന്നു. നമ്മൾ അത് ഇതിവിടെ അല്ലേ, ഇവിടെ ഇരുന്നില്ല. ഇത് നമ്മൾ ഇവിടെ നിന്ന് അയേൺ കളക്ട് ചെയ്തേ. ഒന്ന് നോക്കട്ടെ. അതെ അതെ അതെ, കിട്ടി കുറച്ച് കോളുണ്ട് ഗീസ്, അതെടുത്തേക്കാം. അതാകുമ്പോൾ നമുക്ക് ഗീസ് ഫർണസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോള് വെച്ചിട്ട് ഇത് ചൂടാക്കാം. അതാകുമ്പോൾ ഫുഡാവും. പിന്നെ കോള് വെച്ചിട്ട് ടോർച്ച് ഉണ്ടാക്കാം. ഇത് കുറേ കോളുണ്ട് കേട്ടോ. ആക്ച്വലി വെക്കേഷന് ഇത് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ സർവൈവൽ സീരീസ് മൾട്ടിപ്ലെയർ നമുക്ക് സെറ്റ് ചെയ്യാം. കുറച്ച് സ്റ്റോണും അങ്ങ് എടുത്തേ, നമുക്ക് ഫർണസും ഉണ്ടാക്കാം. ഒരു 10 എണ്ണം മതിയില്ലേ? അങ്ങനെ നമുക്ക് ആക്ച്വലി ഇതെന്താണ് എപ്പോഴും വായിൽ ആക്ച്വലി എന്ന് പറഞ്ഞത്, നമുക്ക് എന്തെങ്കിലും ഒരു 13 സ്റ്റോൺ ഉണ്ട്. നമുക്ക് ഉണ്ടല്ലോ ഫർണസ് ഉണ്ടാക്കിയിട്ടേ ഫുഡ് ഉണ്ടാക്കാം. അല്ല, ഫുഡ് കുക്ക് ചെയ്യാം. ഫർണസ് ഉണ്ടാക്കി ഫർണസ് വെച്ചു. 18 കോളേ, ഒരു 4 കോള് വെച്ച് ഇത് 5 എണ്ണം മതിയല്ലോ. എൻ്റെ ഹങ്കർ ലെവൽ നോക്കി, 4 കട്ടയുള്ളൂടോ ഹങ്കർ ലെവലൊക്കെ. എന്തായാലും അതൊന്ന് ഫുള്ളാക്കട്ടെ. എന്തായാലും അത് ഫുള്ള് ആക്കിയിട്ട് നമുക്ക് ബാക്കി വില്ലേജ് കണ്ടുപിടിക്കാം ഗീസ്. നമ്മൾ കഴിഞ്ഞവട്ടം ചെയ്ത പോലെ വില്ലേജ് കണ്ടുപിടിച്ചിട്ട് വില്ലേജിൻ്റെ അടുത്ത് വീട് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഈ വില്ലേജ് ബ്രീഡറും പിന്നെ ബാക്കിയുള്ള സംഭവമൊക്കെ ഉണ്ടാക്കാൻ സിമ്പിളായിരിക്കും. നമ്മുടെ അയൺ ഫാം അങ്ങനത്തെ അല്ല. അത്രയും കൂടൊക്കെ മതി തൽക്കാലം. നല്ലോണം ഹങ്കർ ലെവൽ കുറവാണ് ഗീസ്, മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതും കളക്ട് ചെയ്തിട്ട് വില്ലേജ് തപ്പി പോവാം. അതിനു മുമ്പേ കുറച്ച് സ്റ്റോൺ കൂടി കളക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ടൂൾസും കൂടി അങ്ങ് ഉണ്ടാക്കിയേക്കാം. സ്റ്റോൺ ടൂൾസ് ആയേക്കാം ഗീസ്, വെറുതെ. ഇനിയിപ്പോൾ വേണ്ട, സ്റ്റോൺ ടൂൾസ് ആയേക്കാം. സ്റ്റോൺ ടൂൾസ് ആയിട്ട് പോണതായിരിക്കും അതിൻ്റെ മര്യാദ അല്ലേ ഗീസ്? ശരിയാണല്ലോ. പോവുക. സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാൻ സ്റ്റിക്ക് ഉണ്ടാകുന്ന എനിക്ക് അറിയില്ല കേട്ടോ. അതിനു മുമ്പ് ഈ മരത്തിൻ്റെ ടൂൾസുള്ള എടുത്ത് കളഞ്ഞ് മരം നീയും പോ. നമുക്ക് സ്റ്റോണിൻ്റെ സ്പിയർ ഉണ്ടാക്കാം ഗീസ്. സ്പിയർ ഇരിക്കട്ടെ എന്നല്ലേ? വേണ്ട, പോയി. നമ്മൾ റിച്ച് ആയി കഴിഞ്ഞാൽ പഴയ സാധനങ്ങളെല്ലാം കളയണം ഗീസ്. എന്തില്ലാത്ത സ്റ്റിക്ക്, സോഡായി, സ്പിയർ, പിന്നെ പിക്കാക്സ്, ആക്സ്, ഷവല്, എല്ലാം ഒന്ന് വെച്ച നേര്. പിക്കാക്സ് ഉണ്ടായത് മണ്ടേ. ആക്സ് വെച്ചു, പിന്നെ ഷവല്, ഷവല്, സ്പിയർ സെറ്റ്. മതി. ഇവിടെ വന്നേ. പിന്നെ ഫുഡ് ഇവിടെ, ബെഡ് പെട്ടെന്ന് രാത്രിയാകുമ്പോൾ കിടക്കാൻ വേണ്ടി ബെഡ് ഇവിടെ സെറ്റ്. ഇപ്പം നമുക്ക് വില്ലേജ് തപ്പി പോവാം. നമുക്കൊരു ബോട്ട് ഉണ്ടാക്കിയായിരുന്നെങ്കിൽ വെള്ളത്തിലൂടെ നീന്തി അക്കരയിലേക്ക് പോകായിരുന്നല്ലേ. അതുകൊള്ളാം. ബോട്ട് ഉണ്ടാക്കാം. ബോട്ട് ഒരു ബോട്ട് ഉണ്ടാക്കി വെച്ചേക്കാം. എങ്ങാനും ഈ സ്ഥലത്ത് വില്ലേജ് ഇല്ലെങ്കിൽ നമുക്ക് ബോട്ട് കയറിയിട്ട് ആ വെള്ളം വഴി അപ്പുറത്തേക്ക് പോവാം ഗീസ്. അപ്പുറത്തെ സ്ഥലത്തേക്ക് പോവാം. അതാകുമ്പോൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവും വില്ലേജ് സെറ്റാക്കിയിട്ട് വീട് പണിയുന്നതായിരിക്കും അതിൻ്റെ മര്യാദ. അതാകുമ്പോൾ നമുക്ക് എല്ലാം ഈ ഫാമൊക്കെ ഉണ്ടാക്കുമ്പോഴേ പിന്നെ വില്ലേജറിനെ തപ്പി പോവണ്ട. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തന്നെ കിച്ചൺ ടേബിൾ വെച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് സാധനം ഉണ്ടാക്കാം. ബോട്ട് ഉണ്ടാക്കാൻ ശവലും കൂടി വേണമെന്ന് തോന്നണല്ലേ? ശവല് വേണ്ടേ? മറ്റേ 1.20 ഈ ശവല് വേണ്ടത്. അറിയില്ല. നമുക്ക് എന്തായാലും ബോട്ട് കിട്ടി, അത് മതി. ബോട്ട് കിട്ടിയോ? അത് മതി. അത് തന്നെ. ബോട്ടും കൂടി വന്ന് വില്ലേജും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ വില്ലേജും കൂടി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ് ലാഗായതാണ് ഗീസ്, ആരും പേടിക്കണ്ട. ബോട്ട് വെച്ചോ. സെറ്റ് പുതിയ ബട്ടറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ഇത് 1.21 ആയതുകൊണ്ടേ 1-2 കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ഉണ്ട്. ഈ സ്പിയറൊക്കെ ഗീസ്, ഈ സ്പിയറൊന്നും മറ്റേതിലില്ലായിരുന്നു. ഇത് ഈ പുതിയ വെർഷനിൽ വന്നാ കേട്ടോ. കൊള്ളാം. നമുക്ക് എന്തായാലും നേരെ പോയിട്ട് അപ്പുറത്ത് പോവാം. നമുക്ക് ഇവിടെ ഒന്ന് തപ്പി നോക്കിയാലോ? എന്തായാലും ഇവിടെ ഒന്ന് കയറി നോക്കാം. വില്ലേജ് എങ്ങാനും ഉണ്ടെങ്കിലാ. നമ്മുടെ സ്പോണായ സ്ഥലത്ത് നിന്ന് കുറച്ചുള്ളൂ ഈ ഒരു നമ്മിപ്പോൾ എത്തിയ സ്ഥലത്തേക്ക്. വേഗം നോക്ക്, വേഗം വില്ലേജ് കിട്ടിക്കഴിഞ്ഞാൽ വേഗം വീഡിയോ മൈൻഡപ്പ് ചെയ്യാം. വില്ലേജ് ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ എപ്പിസോഡിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നോക്കാം കേട്ടോ. ഈ ഒരു
ഇത് നോക്കട്ടെ, ഈ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഇപ്പം തന്നെ ഓവർ ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ. പക്ഷെ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു 9 മിനിറ്റ് 8 മിനിറ്റൊക്കെ കാണുള്ളൂ. അതങ്ങനെയാണ് ഗൈസ്, അതാണ് എൻ്റെ എഡിറ്റിംഗ് പവർ. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ വീഡിയോൻ്റെ ടൈം ലൈനൊക്കെ ഏകദേശം ഒരു 45-55 മിനിറ്റ് ഉണ്ടാവും. അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്ത് ഒരു 10-12 ആക്കുവാണ്. ഓക്കെ, ഈ മല കയറി നോക്കാം ഗൈസ്. രാത്രി ആവുന്നുണ്ടോ ഒരു ഡൗട്ട്. ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ടല്ല, രാത്രി ആവുന്നുണ്ട്. ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം കിട്ടിയെന്ന് കിടന്ന് ഉറങ്ങായിരുന്നു. അങ്ങനെ ഈ നമ്മൾ സെക്കൻഡ് ഡേയും കംപ്ലീറ്റ് ആക്കിയിരിക്കുവാണ്. സെക്കൻഡ് ഡേ ആയിട്ട് വില്ലേജ് കിട്ടിയില്ലല്ലാടേ. നമുക്കെന്നാൽ ഈ സൂര്യനെ കണ്ടുകൊണ്ട് ഈ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ആക്കിയാലോ? അത് കൊള്ളാം. നമുക്കേ സൂര്യനെ കണ്ടുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ആക്കുന്നതിന് മുമ്പ് ഒരു കുറച്ചും കൂടി ഒന്ന് തപ്പി നോക്കാം. കിട്ടട്ടെ വില്ലേജ്. ഇതെന്താണ്? ക്രീപ്പർ ഉണ്ടായിരുന്നു എന്ന് തോന്നണം. അത് ഞാൻ നോക്കുമ്പോഴേ ബാക്കിൽ നിന്നൊരു പടക്കം പൊട്ടണ സൗണ്ട്. എത്ര നാളെ ഞാൻ ക്രീപ്പറിനെയൊക്കെ കണ്ടിട്ട്. അന്ന് കണ്ടാണ് അന്ന് സർവൈവൽ സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. പിന്നെ കണ്ടിട്ടില്ല ഈ ക്രീപ്പറിനെ സോംബിനെയൊന്നും. 2 ഡേ ആയല്ലേ നമ്മൾ ഈ ഒരു സർവൈവലിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. സർവൈവൽ സീരീസിൽ ഞാൻ ഇതുവരെ ഒരു സോംബിനെയും ക്രീപ്പറിനെയും കണ്ടില്ല കേട്ടോ. അയ്യോ, അവരെയൊക്കെ ഇനി എപ്പോഴാണോ കാണണം. ആദ്യം തന്നെ ബെഡ് കിട്ടിയോണ്ടേ അവന്മാരെ ഒന്നും കാണേണ്ടി വന്നില്ല. നമുക്കൊരു കാര്യം ചെയ്താലേ ഗീസ്, ബെഡ് ഇവിടെ വെച്ചേ, എന്നിട്ടേ സ്പൂൺ സെറ്റ് ചെയ്യും. എന്നിട്ട് ഗീസ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇത് വീഡിയോ ഇതെന്ത് കഷ്ടമാണിത്. അപ്പോൾ എന്തായാലും ഗീസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്നെക്കൊണ്ട് വയ്യടാ ഇനിയിപ്പോൾ തപ്പാൻ. സത്യം പറഞ്ഞ ഈ വീഡിയോയുടെ ലെങ്ത് ഇപ്പോൾ തന്നെ ഓവറായി എന്ന് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കവർ ചെയ്യാം. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് വില്ലേജ് കണ്ടുപിടിച്ചിട്ട് അവിടുത്തെ വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ ഫാമിൻ്റെ പരിപാടികളും വീടിൻ്റെ പരിപാടികളും നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.